ഫ്രണ്ട്സ്, ഹരിതം എഡ്യൂക്കേഷനിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദി സാഹിത്യക വർഗീകരണമാണ് അല്ലേ. എത്ര രീതിയിൽ വർഗീകരിച്ചിട്ടുണ്ട്? 3 തരത്തിലാണ് അല്ലേ. പിന്നെയോ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ആദികാൽ, മധ്യകാൽ, ആധുനിക കാൽ അല്ലേ. ഇവയുടെ വർഗീകരണങ്ങളും പിന്നെ അതാത് കാലത്തുള്ള കവികളെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഈ ചാർട്ടിലും കാണുന്നത്. ഈ ചാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് വരികയുള്ളൂ. ഈ 2 ചോദ്യം ചോദിച്ചാലും ഇതിലുള്ള ക്വസ്റ്റ്യൻ്റെ ഉത്തരം മാത്രം എഴുതിയാൽ മതി. ഇതിനപ്പുറം മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിലില്ല. ഓക്കെ, ശരി, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ആദികാലാണ് അഥവാ വീരഗാഥാകാൽ. ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് നമ്മുടെ ഈ വീരഗാഥാകാൽ നിലനിന്നിരുന്നത്? 1050 മുതൽ 1375 വരെയാണ് അല്ലേ. മറക്കരുത്, ഏതൊക്കെ കാലഘട്ടത്തിലാണ്? 1350 മുതൽ 1375 വരെ. തെറ്റാൻ പാടില്ല, കാരണം ഇത് നമുക്കൊരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആ 1 മാർക്ക് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, ശരി, നമുക്കിനി ആദികാൽ അല്ലെങ്കിൽ വീരഗാഥാകാൽ ഏതൊക്കെ രീതിയിലാണ് വർഗീകരിച്ചിരിക്കുന്നത്, എത്ര തരത്തിലാണ് വർഗീകരിച്ചതെന്ന് നോക്കിയാലോ. 7 തരത്തിലാണ് അല്ലേ. നമ്മുടെ ആദികാൽ വർഗീകരിച്ചിരിക്കുന്നത് എത്ര തരത്തിലാണ്? 7 തരത്തിലാണ്. ഏതൊക്കെയാണത്? സിദ്ധസാഹിത്യ, നാദസാഹിത്യ, ജൈന സാഹിത്യ, ചാരബി സാഹിത്യ, പ്രകീർണക സാഹിത്യ, അപഭ്രംശ കാവ്യ, പിന്നെയോ ഫൂട്കൽ രചനായും. അങ്ങനെ 7 തരത്തിലാണ്. ഏതൊക്കെയാ? സിദ്ധസാഹിത്യ, നാദസാഹിത്യ, ജൈന സാഹിത്യ, ചരണീയ സാഹിത്യ, പ്രകീർണക സാഹിത്യ, അപഭ്രംശ കാവ്യ, പിന്നെയോ ഫൂട്കൽ രചനായും. അങ്ങനെ ആദ്യകാലത്തിൻ്റെ വർഗീകരണങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത കാലം ഏതാണ്? മധ്യകാലമാണ്. മധ്യകാലം എത്ര രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്? 2 രീതിയിലാണല്ലേ. ഏതൊക്കെയാണത്? മധ്യകാൽ അഥവാ പൂർവ്വമധ്യകാൽ, പിന്നെയോ രീതികാൽ അഥവാ ഉത്തരമധ്യകാൽ. മധ്യകാൽ ഏതൊക്കെ രീതിയിലാണ് വർഗീകരിച്ചിരിക്കുന്നത്? ഭക്തികാൽ അഥവാ പൂർവ്വമധ്യകാൽ, പിന്നെയോ രീതികാൽ അഥവാ ഉത്തരമധ്യകാൽ. മറക്കരുതേ. അപ്പം നമ്മുടെ ഈ ഭക്തികാലം രീതികാലം ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് നിലനിന്നിരുന്നത് എന്ന് നമുക്കറിയണ്ടേ അല്ലേ. ഏതൊക്കെയാണ്? ഭക്തികാലം അഥവാ പൂർവ്വമധ്യകാൽ നിലനിന്നിരുന്ന കാലഘട്ടം ഏതാണ്? 1375 മുതൽ 1700 വരെയാണ്. ഏതാണ്? 1375 മുതൽ 1700 വരെ. തെറ്റരുതേ. അതേപോലെ രീതികാൽ അഥവാ ഉത്തരമധ്യകാൽ ഏതാണ്? 1700 മുതൽ 1900 വരെയാണ്. മറക്കരുത്. ഉത്തരമധ്യകാൽ അഥവാ രീതികാൽ ഏത് കാലഘട്ടത്തിലാണ്? 1700 മുതൽ 1900 വരെയാണ്. തെറ്റാൻ പാടില്ല. ശരി, നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടി നോക്കിയാലോ. ഹിന്ദി സാഹിത്യക വർഗീകരൺ എത്ര തരത്തിലാണ്? 3 തരത്തിൽ. ആദികാൽ, മധ്യകാൽ, ആധുനിക കാൽ. ആദികാൽ എത്ര രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്? 7 തരത്തിൽ. ഏതൊക്കെ? സിദ്ധസാഹിത്യ, നാദസാഹിത്യ, ജൈന സാഹിത്യ, ചരണീ സാഹിത്യ, പ്രകീർണക സാഹിത്യ, അപഭ്രംശ കാവ്യ, പിന്നെയോ ഫൂട്കൽ രചനായും. അത് അങ്ങനെ ആദ്യകാൽ കഴിഞ്ഞു. പിന്നെ മധ്യകാലാണ്. മധ്യകാൽ എത്ര രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്? 2 തരത്തിൽ. ഏതൊക്കെ? ഭക്തികാൽ, രീതികാൽ ആണല്ലോ. ഇനി നമുക്കടുത്തത് എന്താ പഠിക്കേണ്ടത്? ഓക്കേ, നമ്മുടെ ഭക്തികാലം വീണ്ടും 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഭക്തികാലം നമുക്ക് മറ്റൊരു വീഡിയോ ആയി നല്ലൊരു ക്ലാസ് എടുക്കാം. ഭക്തികാലം പിന്നെ ബാക്കി വർഗീകരണങ്ങളൊക്കെ നമുക്ക് അടുത്തടുത്ത വീഡിയോയിലാക്കി 2-3 വീഡിയോ ആക്കി ഞാൻ ഇട്ട് തരുന്നതാണ് കേട്ടോ.